മലപ്പുറം കൊണ്ടോട്ടിയിലെ പൂക്കൃഷിയെ കൂടി പരിചയപ്പെടാം. ഈ പൂക്കൃഷി കരുണയുടെയും കരുതലിന്റെയും കൂടിയാണ്. പൂക്കൾ വിറ്റുകിട്ടുന്ന വരുമാനം ഡയാലിസിസ് സെന്ററിന് കൈമാറുകയാണ് ഇവരുടെ ലക്ഷ്യം. ഒരുമയും കരുണയുമുള്ള മനസ്സും ചേർന്നപ്പോൾ ഈ പൂക്കൃഷിയിൽ നൂറുമേനി വിളഞ്ഞു. വനിതാ കൂട്ടായ്മയിൽ വിരിഞ്ഞ ഓണക്കാല പ്രൗഢി നിറഞ്ഞ പൂക്കളുടെ മനോഹര കാഴ്ചയാണിത്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിനോട് ചേർന്ന് സൗജ ആലങ്ങാടിന്റെ വീട്ടുമുറ്റത്തിനോട് ചേർന്ന് 15 സെന്റിലാണ് പൂക്കൃഷി. കൊണ്ടോട്ടി നഗരസഭയുടെയും കൊണ്ടോട്ടി കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് സൗജ ആലങ്ങാടൻ, മഞ്ജുഷ, MV പ്രസീത എന്നിവർ ചേർന്ന് കൃഷി ഇറക്കിയത്. ഞങ്ങൾ 3 പേരെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു പൂന്തോട്ടം ഒരുക്കിയിട്ട് ഞങ്ങൾക്ക് ശീലമുള്ളൂ. ഇത്രയും വലിയതായിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. സൗജത്താത്തിയും അഷ്റഫാക്കാൻ്റെ ഇവിടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് അവർ ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ച രീതിയൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞങ്ങൾ അയൽക്കൂട്ടം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള അയൽക്കൂട്ടം, ഞങ്ങൾ 3 അയൽവാസികളും. അപ്പോൾ സൗഹൃദം തന്നെയാണല്ലോ അതിൻ്റെ പ്രധാനം. ഇതിലാണ് ഇങ്ങനെയൊക്കെ എത്തി വന്നത്. പ്രധാന റോഡിൽ നിന്നും കാണുന്നതിനാൽ പൂന്തോട്ടം കാണാൻ ആളുകൾ എത്തുന്നുണ്ട്. ഇവർ പ്രവേശന സമയത്ത് നൽകുന്ന തുകയും പൂവിൽപ്പനയിൽ കിട്ടുന്ന തുകയും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് നൽകാനാണ് തീരുമാനം. അപ്പോൾ ഇതിൻ്റെ കിട്ടണ എന്ത് വരുമാനം നമ്മൾ ഡയാലിസിസ് സെന്ററിനും വേണ്ടിയാണ്ട് നൽകാന്നുള്ളത് ഞങ്ങൾ മനസ്സിൽ കരുതി. ഞങ്ങൾ 3 ആളും കൂടി എടുത്ത തീരുമാനമാണ് നമുക്ക് അവിടെ രോഗികൾക്ക് കൊടുക്കാന്നുള്ളത്. ആ ഡയാലിസിസ് സെന്ററിൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് കൊടുക്കാന്നുള്ളത് ഞങ്ങൾ മനസ്സിൽ കരുതിയതാണ്. ഓണം സീസൺ ലക്ഷ്യമിട്ട് നടത്തിയ ചെണ്ടുമല്ലിയും വാടാമല്ലിയും കൃഷി വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.